സ്മാർട്ട് കോമേഴ്സ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ എപ്പിസോഡിൽ നാം പഠിച്ചു തുടങ്ങുന്നത്. ട്രയൽ ബാലൻസ് കണ്ടെയ്ൻസ് യൂഷ്വലി ഓൺലി ദോസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് പെയ്ഡ് ആൻഡ് ഇൻകംസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ്. But there will be certain items of outstanding and prepaid expenses and incomes and anticipate losses and some other special items which are given below the trial balance. In order to ascertain the true profit or loss, the trading and profit and loss account of the business for a particular period must include all expenses and incomes of the period, whether outstanding or not. Therefore, such items given below the trial balance are to be adjusted while preparing the final accounts. And hence, these items are called adjustments. സാധാരണ നടപ്പ് കാലയളവിൽ കൊടുത്ത ചിലവുകളും കിട്ടിയ വരവുകളുമാണ് ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുന്നത്. എന്നാൽ കൊടുക്കാനുള്ള ചിലവുകൾ, കിട്ടാനുള്ള വരവുകൾ, മുൻകൂട്ടി കൊടുത്ത ചിലവുകൾ, മുൻകൂട്ടി കിട്ടിയ വരവുകൾ, കൂടാതെ പ്രതീക്ഷിക്കുന്ന നഷ്ടങ്ങൾ, അതുപോലെയുള്ള ചില പ്രത്യേക ഐറ്റംസ് ട്രയൽ ബാലൻസിന് താഴെ നൽകിയിരിക്കും. ശരിയായ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നതിന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എല്ലാ ചിലവുകളും വരവുകളും, കൊടുക്കാനുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ, എല്ലാ ചിലവുകളും വരവുകളും എടുത്തിരിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രയൽ ബാലൻസിന് താഴെ നൽകിയിട്ടുള്ള ഐറ്റംസ് ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഐറ്റംസിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. The journal entries passed at the time of the preparation of financial statements to adjust the outstanding and prepaid expenses and incomes and other anticipate losses and gains are called adjusting entries. അതുകൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസും ആൻറ്റിസിപ്പേറ്റ് ലോസസ് ആൻഡ് ഗെയിൻസും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്ന ജേണൽ എൻട്രികളെയാണ് അഡ്ജസ്റ്റിംഗ് എൻട്രികൾ എന്ന് വിളിക്കുന്നത്. Now, items of adjustments are to be taken in two places. That is, either in the trading account and profit and loss account, or in the trading account and the balance sheet, or in the profit and loss account and the balance sheet. Because adjustment items are those items for which journal entries have not been recorded. So, the treatment of the same shall be done in two places to get the effect of the double aspects. അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഫൈനൽ അക്കൗണ്ടുകളിൽ രണ്ടിടങ്ങളിൽ എടുക്കണം. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രീസ് എഴുതിയിട്ടില്ലാത്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഡ്യുവൽ ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവ ഏതെങ്കിലും രണ്ടിടങ്ങളിൽ എടുക്കേണ്ടത്. Now we are going to discuss the important items of such adjustments. The first item is outstanding expenses. Outstanding expenses refer to those expenses which have become due during the accounting period for which the final accounts have been prepared but have not yet been paid. As these expenses have been incurred during the accounting period itself, they should be charged to the trading and profit and loss account. Means that direct expenses should be taken on the debit side of the trading account and indirect expenses should be taken on the debit side of the profit and loss account. If paid part of the same items of expenses are there in the trial balance, then while we take such items on the debit side of the trading or profit and loss account, the outstanding expenses are to be added to that. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏത് പീരീഡിലെ ഫൈനൽ അക്കൗണ്ട്സ് ആണോ തയ്യാറാക്കുന്നത് ആ പീരീഡിൽ കൊടുക്കാൻ ഡ്യൂ ആയതാണ്, എന്നാൽ കൊടുത്തിട്ടില്ലാത്തതാണ്. നടപ്പ് അക്കൗണ്ടിങ് പീരീഡിൽ ആയ ചിലവുകളായതുകൊണ്ട് അവ നടപ്പ് അക്കൗണ്ടിങ് പീരീഡിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും എടുക്കേണ്ടതാണ്.
സെയിം എക്സ്പെൻസ് ഐറ്റത്തിൻ്റെ കൊടുത്ത പാർട്ട് ട്രയൽ ബാലൻസിനുള്ളിലുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം എടുക്കുകയും ഔട്ട്സ്റ്റാൻഡിങ് പാർട്ട് അതിനോട് ആഡ് ചെയ്യുകയുമാണ് വേണ്ടത്. നൗ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഈസ് എ ലയബിലിറ്റി ആൻഡ് ദെയർഫോർ ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓൾസോ. കൊടുക്കാനുള്ള ചിലവ് ഒരു ബാധ്യതയാണ്, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും എടുക്കണം. If an outstanding expense appears inside the trial balance, it should be shown only as a liability. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിനുള്ളിലാണ് നൽകിയിട്ടുള്ളതെങ്കിൽ അത് ഒരു ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ മാത്രം എടുത്താൽ മതിയാകും. Now let's work out an illustration. The following is the trial balance of Ramarao as on 31st December 2013. Capital is a liability item, so taken on the liability side of the balance sheet. Stock, ട്രയൽ ബാലൻസിന് ഉള്ളിൽ നൽകിയിട്ടുള്ള സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റമായിട്ട് എടുക്കുന്നു. പ്രെമിസസ്, വസ്തുവകകൾ, ഈസ് ആൻ അസറ്റ്, സോ ടേക്കൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. പർച്ചേസസ് ഈസ് ടേക്കൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. സെയിൽസ് taken on the credit side of the trading account. Purchases returns is deduct from the purchases on the debit side of the trading account. Sales returns is deduct from the sales on the credit side of the trading account. Wages is a direct expense, so taken on the debit side of the trading account. Carriage inwards is a direct expense, so taken on the debit side of the trading account. Salaries is an indirect expense, so taken on the debit side of the profit and loss account. Bills receivable is an asset item, so taken on the asset side of the balance sheet. General expenses is an indirect expense, so taken on the debit side of the profit and loss account. Discount is an indirect expense, so taken on the debit side of the profit and loss account. Drawings is deduct from the amount of capital on the liability side of the balance sheet. Sundry debtors is an asset item taken on the asset side of the balance sheet. Cash at bank is an asset item taken on the asset side of the balance sheet. Insurance is an indirect expense taken on the debit side of the profit and loss account. Commission, the amount is given in the credit column, so an indirect income taken on the credit side of the profit and loss account. Bills payable is a liability item taken on the liability side of the balance sheet. Creditors is a liability item taken on the liability side of the balance sheet. Furniture is an asset item taken on the asset side of the balance sheet. Plant and machinery is an asset item taken on the asset side of the balance sheet. Now let's come to the additional information or adjustments. Stock in hand on 31st December 2013 is closing stock taken on the credit side of the trading account as well as on the asset side of the balance sheet. Wages outstanding. ട്രയൽ ബാലൻസിനുള്ളിലുള്ള വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കുമ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അതിനോട് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ട്രയൽ ബാലൻസിനുള്ളിലുള്ള സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കുമ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് അതിനോട് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒരു ലയബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. റെൻറ്റ് ഡ്യൂ. റെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിനുള്ളിലില്ല, അതുകൊണ്ട് റെൻറ്റ് ഡ്യൂ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. കാരണം റെൻറ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ റെൻറ്റ് ഡ്യൂ ഒരു ലയബിലിറ്റി ആണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ബൈ. ജോയിൻ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.